എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. റോഡ് നടുകെ പിളർത്തി വാട്ടർ അതോറിറ്റിയുടെ പതിവ് പ്രവൃത്തി. പുറ്റമണ്ണയിൽ ഐലാശ്ശേരി തണ്ടുകോട് റോഡ് ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റി കിടങ്ങ് കീറി യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. റോഡിലെ കിടങ്ങിൽ ചാടി ചെറുകിട വാഹനയാത്രക്കാരുടെ മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരുടെയും നടുവൊടിഞ്ഞു. 2 മാസത്തോളമായിട്ടും കിടങ്ങിൽ ക്വാറി വേസ്റ്റ് നിറക്കാൻ പോലും വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല. റോഡിന്റെ മധ്യത്തിൽ 1.5 അടിയോളം വീതിയിലാണ് കിടങ്ങ് കീറി പൈപ്പ് ഇട്ടത്. തുടർന്ന് ഗതാഗതത്തിന്റെ ബുദ്ധിമുട്ട് അധികൃതരെ അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബൈക്കുകളിൽ നിന്നും പലരും റോഡിലേക്ക് തെറിച്ചു വീണ് ഒന്നിലേറെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി നാട്ടിലുള്ള മുഴുവൻ റോഡുകളും പൊളിച്ചിട്ടുണ്ട്. പൊളിക്കലും പൈപ്പിടലും കഴിഞ്ഞാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നിയമം. അതിനുള്ള ചെലവ് മുൻകൂട്ടി PWDയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കെട്ടിവെക്കുകയും വേണം. ഇതൊന്നും പാലിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകുന്നില്ല. തണ്ടോട് പുറ്റമണ്ണ റോഡ് ജംഗ്ഷന് പൊളിച്ചിട്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി. അപ്പൊ അതുകൊണ്ട് ഇത് യാത്രക്കാർക്ക് വലിയ രീതിയിൽ പ്രയാസമാണ്. ഇപ്പൊ അടുത്ത ടൈമിൽ ഇവിടെ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഓരോ വീട്ടുകാർക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോരാത്തൊരു കണ്ടീഷനാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ 1 മാസത്തിന് മുന്നേ ഞാനിത് KSEBിയിൽ വാട്ടർ അതോറിറ്റിയിൽ ഞാനിത് പരാതിപ്പെട്ടതാണ്. അപ്പൊ അതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അതോട് പറയാനുള്ള എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. കുറ്റമണ്ണെന്ന് തണ്ടുകോട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ പോകാൻ കഴിയണില്ല. കാരണം എന്താ വെച്ചാൽ അത്ര ബുദ്ധിമുട്ടാണ്. ഒരു 30 ഉറുപ്പ്യ കിട്ടുന്നതിന് 100 ഉറുപ്പ്യന്റെ പണി അതിൽ പോയി കഴിഞ്ഞാൽ ആക്സിലൊക്കെ അടിയേക്ക് പോവാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനു മുമ്പ് അധികാരികളെ അറിയിച്ചതാണ്, പക്ഷെ ഒരു നടപടിയില്ല. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.